ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല രുചിയുള്ള ഒരു പാൽ ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് അളവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ഏലക്കയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഇതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ചതച്ച് ചേർക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനായിട്ടുള്ളത് നല്ലത്. ഇത് വളരെ ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേസ്റ്റ്, ഒരു മസാല ടേസ്റ്റ് ചായക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. അത് ചേർത്തതിന് ശേഷം ഏകദേശം 1.5 മിനിറ്റോളം വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സത്തെല്ലാം നല്ലതുപോലെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് കിട്ടും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തേയില ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഈ സമയത്ത് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. പാല് 1:1 അളവിൽ, അതായത് ഒരു ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചായ തയ്യാറാക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ തയ്യാറാക്കുന്നത്, ചിലർ 1 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് പാല് അങ്ങനെയായിരിക്കും എടുക്കുന്നത്. പാല് കൂടി ചേർത്തിട്ട് ചായ നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് എന്നുള്ള റേഷ്യോയാണ് എടുത്തിരിക്കുന്നത്. കാരണം ആദ്യം നമ്മൾ മസാലയൊക്കെ ഇട്ട് 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഏകദേശം 1 ഗ്ലാസ് അളവിലത്തേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചായ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇതേപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഏകദേശം എല്ലാവരും ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ്. ഇനിയുള്ളൊരു മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചായ നന്നായിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ രീതിയിൽ വെറുതെ ചായ അരിച്ചെടുത്ത് കുടിക്കുന്നതും ചായ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കുടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങളതുപോലെ ചായ അടിച്ചെടുക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റിൻ്റെ വ്യത്യാസം അറിയും. വേറൊരു പാത്രത്തിൽ ഇതേ രീതിയിൽ 2-3 വട്ടം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് ചായ പതപ്പിച്ച് കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന, നമ്മളെല്ലാവരും എന്നും വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പികൾ തന്നെയാണിത്. പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ല. എങ്കിൽ പോലും ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്കുണ്ടെങ്കിൽ എന്ന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ലൊരു ചായ നിങ്ങൾക്ക് കിട്ടും. വളരെ റിഫ്രഷിംഗ് ആണ് ചായ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും, അല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്